ആദ്യം തന്നെ മാതാവിനെ കുറച്ച് കൈക്കൂലിയൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേൽപ്പിച്ചിട്ട് നമ്മളൊന്ന് അടുത്തൊരു യാത്രയിലേക്ക് പോവാണേ. ഇപ്പൊ ഇവിടെ വന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അപ്പൊ നമ്മളിതാ ഇവിടുന്ന് വിട്ട് പോകുന്നു. യാത്ര ആരംഭിക്കുകയാണ്. ഞാനൊന്ന് മൈക്കൊക്കെ എടുത്തോണ്ടാവും. പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ എറണാകുളത്തോട്ട് തന്നെയാണ്. നമ്മുടെ അടുത്ത പർച്ചേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവാണ്. ഇതിപ്പം മൂന്നാമത്തെ പർച്ചേസാട്ടോ. പിന്നെ നമ്മൾ എവിടെ പോയാലും നമുക്ക് രാവിലത്തെ ഈ ഫുഡിന്റെയും കാര്യങ്ങളൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. അത് ഇവിടുന്ന് തന്നെ തുടങ്ങാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2, 3 ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് 2 കാപ്പിയൊക്കെ കുടിച്ച് മാടാങ്കൽസും ഒക്കെ വാങ്ങിച്ചിട്ടാ നമ്മൾ പോവാണ്. വേനാട് എക്സ്പ്രസ് ഫ്രം ട്രിവാൻഡ്രം ടു ഷൊർണൂർ. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങളിതാ 3 പേര് കൂടിയാണ് പോകുന്നത്. ഇതിപ്പോ നമ്മൾ എറണാകുളത്ത് ഇറങ്ങി ഉടനെ തന്നെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. എന്താണ് ഈ ഫുഡ് കഴിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. നമ്മൾ ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇപ്പൊ അടുത്തൊരു ഫുഡ് കഴിപ്പ് എപ്പോഴാണെന്ന് ചിലപ്പോൾ പറയാനേ പറ്റത്തില്ല. അതാണ് ഈ രാവിലത്തെ കാര്യങ്ങൾ ഒഴിവാക്കാത്തത്. ഉച്ചക്കത്തെ കാര്യം സമയത്ത് നടക്കുമെന്നുള്ള ഒരു തോന്നലും ഇല്ല. അത് നടക്കാറേ ഇല്ല. ഇനിയിപ്പോ നമ്മൾ ഡ്രസ്സ് എടുക്കാനും അതിന്റെ തപ്പലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി തിരിച്ചിറങ്ങുന്നത് ഒരു സമയത്തായിരിക്കുവേ. അപ്പൊ നമ്മൾ സാധാരണ കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ്. പക്ഷേ ഒരു ആവറേജ് സാധനം അത്രയൊക്കെ പറയാനുള്ളൂ. മസാല ദോശയാണ് അവർ രണ്ടുപേരും കഴിച്ചത്. ഞാൻ ദാ ഒരു പൊറോട്ടയും മുട്ട റോസ്റ്റും ആയിരുന്നു. ഇതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ എല്ലാ പ്രാവശ്യവും കഴിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥലം തന്നെയായിരുന്നേ. അപ്പൊ അവിടുന്ന് ഫുഡ് കഴിപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇപ്രാവശ്യം നമ്മൾ നേരെ പോയത് നമ്മുടെ വാട്ടർ മെട്രോയിൽ ഒന്ന് കയറാന്ന് പറഞ്ഞോണ്ട്. ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലും പോയിട്ടില്ലാത്തതുകൊണ്ട് നമ്മളെ ഇന്ന് സൗമ്യത കൂട്ടിക്കൊണ്ട് പോവാണ്. അവിടെ ഒന്ന് കയറി ഏതായാലും സമയമുണ്ടല്ലോ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ നമുക്ക് സാധനം എടുക്കാൻ പോകാന്ന് പറഞ്ഞ് ഞങ്ങളിത് ആ ഏരിയ കൂടെ ഒക്കെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ പലരും എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു, നമ്മുടെ ലക്ഷ്യയുടെ പ്രോഡക്റ്റ് നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? DTDC വഴിയാണോ അതോ നിങ്ങൾ എന്തിനാണ് ഈ ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് കൊടുക്കുന്നത് എന്നുള്ളത്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ട് കൊടുക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാർക്കും നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമാണ് നമ്മൾ ഡയറക്റ്റ് കൊണ്ട് കൊടുക്കുന്നത്. അതായത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പ്രോഡക്റ്റ് നേരത്തെ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കുന്നതാണ്. അല്ലാതെ നമ്മൾ പോസ്റ്റ് വഴി അയക്കാറില്ല. നമ്മൾ DTDC വഴിയാണ് അയക്കുന്നത്. കുറച്ച് ദൂരെയായിട്ടുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ് അയക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ ഒരു പരിപാടി തുടങ്ങിയപ്പോഴത്തേക്ക് എങ്ങനെയാകും, അയ്യോ സംഭവങ്ങളൊക്കെ വേഗം വിറ്റ് പോകുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക്. പക്ഷെ ഞാൻ വിചാരിച്ചതിലും നല്ല സ്പീഡായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത്. പലരും പല സ്ഥലങ്ങളും പലരും പറയാറില്ല സത്യത്തിൽ എവിടുന്നാണ് എടുക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയാറുണ്ട് എറണാകുളത്തു നിന്നാണ്. പിന്നെ എറണാകുളത്തു നിന്നാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം വഴി സൈഡിൽ പോയി സാധനം വളരെ ചീപ്പ് റേറ്റ് കിട്ടും എന്ന് പലരുടെയും, നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങാത്ത പലരുടെയും മനസ്സിലുണ്ട്. ചീപ്പ് റേറ്റിൽ സാധനം എടുത്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ഒരു കാരണവശാലും അങ്ങനെയല്ല. ഞാനത് എവിടെ നിന്നാണ് പ്രോഡക്റ്റ് എടുക്കുന്നത് എന്നുള്ള ഒരു വീഡിയോസ് ഒക്കെ ഇതിലുണ്ടായിരുന്നു. പക്ഷെ ഇത് പകുതി കണ്ട് കട്ടായിപ്പോയി. അപ്പോൾ ഉള്ള വീഡിയോ ഞാൻ ഏതായാലും അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ കാര്യമായിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒത്തിരി നന്ദി. നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് എടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. കൂടെ നിന്ന് കാല് വാരുന്നവർക്കും ഒരുപാട് നന്ദി. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇതിന്റെ ബാക്കി വീഡിയോ എനിക്ക് കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ എവിടെ പോയെന്നൊരു പിടുത്തം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിന്റെ ബാക്കി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തോളാവേ.